ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. യോശുവയുടെ പുസ്തകം 24 അധ്യായം അതിൻ്റെ 15 വാക്യം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. സ്തോത്രം. ഒരു കുടുംബം ശക്തമാകുന്നത് സമ്പത്ത് കൊണ്ടോ സൗകര്യങ്ങൾ കൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ഭർത്താവും ഭാര്യയും മക്കളും ഒരുമിച്ച് ദൈവത്തെ തേടുമ്പോൾ ആ വീട്ടിൽ സമാധാനവും അനുഗ്രഹവും നിറഞ്ഞിരിക്കും. വെല്ലുവിളികൾ വരാം, പ്രശ്നങ്ങൾ വരാം, പക്ഷെ ദൈവത്തെ കേന്ദ്രീകരിച്ചൊരു കുടുംബം ഒരിക്കലും തകർന്നു പോകില്ല. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന തീരുമാനമെടുക്കുന്ന ഓരോ വീടും ഒരു അനുഗ്രഹത്തിൻ്റെ കേന്ദ്രമായി മാറും. ഇന്ന് തന്നെ നിൻ്റെ കുടുംബത്തോടൊപ്പം ദൈവത്തെ മുൻനിർത്തൂ. അവൻ നിൻ്റെ വീട്ടിനെ സമാധാനത്താലും സന്തോഷത്താലും നിറയ്ക്കും. ദൈവവചനം വീണ്ടും പറയുന്നു, സങ്കീർത്തനം 128:3, നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കുമെന്ന്. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിലും സമാധാനത്തിലും ഞങ്ങളെ നീ വളർത്തണമേ. നിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ ഭവനത്തിൽ നിലനിൽക്കണമേ. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.